എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അവൾ അക്രൈസ്തവയായ ഒരു ചെക്കനായിട്ടൊരു ഇച്ചിരി പ്രണയത്തിലൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം അവള് ഇല്ല അച്ഛൻ, ഞാൻ അവളുടെ കൂടെ തന്നെ പോകും. അങ്ങനെ വേറൊരു അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് കൂടി വന്നിട്ടുണ്ട്. അച്ഛാ എന്താണ് അച്ഛൻ, ഞാൻ മറ്റേ അക്രൈസ്തവനായ പയ്യനായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റൂലേ? പറഞ്ഞില്ല, അതൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പോകുമോ അച്ഛാ? അവരോട് ഞാനത് അവളോട് പറഞ്ഞില്ല, അതെൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷേ ഈ പെങ്കൊച്ചു വന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്പന്ദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ യഥാർത്ഥമായിട്ട് ഞാനൊന്ന് ഉൾക്കൊണ്ടു. ഒരു കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത്, കത്തോലിക്ക കുടുംബം പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ പിറവി സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയും ബലിപീഠത്തിന്റെ മുൻഭാഗമാണെന്ന് പറയും. പക്ഷെ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ട് പറയും, അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിന്റെ മടിയിലാണ് എൻ്റെ കുടുംബം പിറന്നു.